കേന്ദ്ര സർക്കാരിന് നന്ദി പറഞ്ഞ് ഇറാൻ പിടിച്ചെടുത്ത കപ്പലിൽ നിന്ന് മോചിതയായ ആന്റസ ജോസഫ് വിദേശകാര്യ മന്ത്രാലയം ഇടപെട്ടാണ് മോചനം വേഗത്തിലാക്കിയത്. കപ്പൽ പിടിച്ചെടുത്തെങ്കിലും ജീവനക്കാരോട് മോശമായി ആരും പെരുമാറിയില്ല. കപ്പലിലെ ജോലിയിലേക്ക് തന്നെ മടങ്ങിപ്പോകുമെന്നും ഇതെല്ലാം ജോലിയുടെ ഭാഗമായി കാണുന്നതായും ആന്റസ പറഞ്ഞു. കോട്ടയത്തെ വീട്ടിലെത്തിയ ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു ആന്റസ. ഇതിന്റെ അകത്ത് എനിക്ക് ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട്. പ്രധാനമായിട്ടും സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് ഫോറിൻ അഫയേഴ്സിൽ നിന്ന് നേരിട്ട് ഇടപെട്ടിട്ടാണ് ഇത്ര പെട്ടെന്ന് റിലീസ് എനിക്കുണ്ടായത്. അത് 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 അവര് മാത്രമല്ല, ഞാൻ കാണാത്ത എനിക്കറിയാത്ത ഒരുപാട് പേര് ഇതിന്റെ അകത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. അവര് എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. ഇതില്ല ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെ, ഇപ്പൊ ഞാൻ മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. മലയാളികളിലും ഇവിടെ 25 പേരിലും ഞാൻ മാത്രമാണ് വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട്. മിഥുൻ, വലിയ സന്തോഷത്തിലും ആശ്വാസത്തിലുമാണ് ആന്റസയും വീട്ടുകാരും. മോചിതയായി നാട്ടിലെത്തിയ ശേഷം, വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം മാധ്യമങ്ങളോട് ആന്റസ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? അതുമായി ബന്ധപ്പെട്ട് എന്ത് പ്രതികരണമാണ് നടത്തിയത്? പ്രധാനമായും വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് തന്റെ മോചനത്തിന് വേണ്ടി അല്ലെങ്കിൽ തിരിച്ച് നാട്ടിലേക്ക് എത്തുന്നതിന് വേണ്ടി നടത്തിയത് എന്ന് തിരിച്ചറിവ് തന്നെയാണ് ആന്റസ മാധ്യമങ്ങളോട് പങ്കുവച്ചത്. വീട്ടിലെത്തിയതിനു ശേഷം കേന്ദ്ര സർക്കാരിനും അതുപോലെ തന്നെ തന്റെ മോചനത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിനും അവർ നന്ദി പറയുകയാണ് ഉണ്ടായത് ആന്റസ. അതോടൊപ്പം തന്നെ നിരവധി ആളുകൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അവരോടെല്ലാം നന്ദി പറയുന്നതായി ആന്റസ പറയുന്നു. ഇത്രയും പെട്ടെന്ന് മടങ്ങാനാകുമെന്ന് കരുതിയിരുന്നില്ല. പക്ഷേ വേഗത്തിലും അതുപോലെ തന്നെ കാര്യക്ഷമതയോട് കൂടിയിട്ടുള്ള ഒരു ഇടപെടൽ ഭാരത സർക്കാർ നടത്തിയതിനോട് അതിന്റെ ഫലമായിട്ട് തന്നെയാണ് തന്റെ മോചനം ഇത്രയും പെട്ടെന്ന് സാധ്യമായത് എന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല, തുടർന്നും ആ കപ്പലിൽ തനിക്ക് അത്തരം ദുരനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇറാൻ കപ്പൽ പിടിച്ചെടുത്തിരുന്നു എങ്കിൽ പോലും അത്തരത്തിൽ മാന്യമായിട്ടുള്ള പെരുമാറ്റം തന്നെയാണ് ഉണ്ടായിരുന്നത് എന്ന് അവർ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു പെൺകുട്ടി ആയതിനാലാകാം ഒരുപക്ഷെ വേഗത്തിലുള്ള ഒരു മോചനം സാധ്യമായത് എന്നും അവർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ കപ്പലിലെ ജോലിയിലേക്ക് തന്നെ ഉടൻ തന്നെ മടങ്ങിപ്പോവും. താൻ ആശിച്ചു നേടിയ ജോലിയാണ് ഇതെല്ലാം. ഇത്തരത്തിലുള്ള പ്രതിബന്ധങ്ങളെല്ലാം തന്നെ ജോലിയുടെ ഭാഗമായി തന്നെ കരുതുന്നു. അത് ഒരു വലിയ രീതിയിലുള്ള ഒരു അനുഭവമായി തന്നെ മുതൽക്കൂട്ടായിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈകാതെ തന്നെ താൻ ജോലിയിലേക്ക് തിരികെ പ്രവേശിക്കുമെന്നും പറയുന്നു. വളരെ ക്ഷീണിതയായിട്ടാണ് അവർ നാട്ടിലേക്ക് തിരിച്ചെത്തിയത്. ഏതായാലും വളരെ സന്തോഷത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ആന്റസയെ നാട്ടിലേക്ക് തിരിച്ചെത്തിയതോടെ ആന്റസയും കുടുംബവും എല്ലാം തന്നെ, അവർക്ക് വേണ്ടി പ്രവർത്തിച്ചവരെല്ലാം തന്നെ വളരെ സന്തോഷം തന്നെയാണ് ഈ നിമിഷത്തിൽ പങ്കുവയ്ക്കുന്നത്. മിഥുനാണ് വിവരങ്ങൾ നൽകി.